Good morning, students. Today we are going to study a new chapter. This Entry Vows to Adulthood, written by Malini Chip. Here is the introduction. Malini Chip, born in Kolkata, India in 1966. She is an Indian disability rights activist and author of One Little Finger, an inspirational autobiography. One Little Finger എന്ന ഒരു ബുക്ക് അത് ആത്മകഥയാണ്. അത് എഴുതിയത് മാലിനി ചിബാണ്. അപ്പം മാലിനി ചിബ് എന്ന റൈറ്റർ ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിവിസ്റ്റായിരുന്നു. എന്ന് വെച്ചാൽ അംഗവൈകല്യം ഉള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൊരുതുന്ന ഒരു ഇന്ത്യക്കാരിയാണ്. അംഗവൈകല്യമുള്ള ആളുകളുടെ, അംഗപരിമിതരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു മാലിനി ചിബ്. ഷീ സഫേർഡ് ഫ്രം ലോസ് ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് ബർത്ത് കോസിങ് സെറിബ്രൽ പാൾസി. അവൾ ജനിച്ചപ്പോൾ അവൾക്ക് ഓക്സിജൻ ശരിക്കും കിട്ടാതെ വന്നതുകൊണ്ട് സെറിബ്രൽ പാൾസി എന്നുള്ള ഒരു അസുഖം പിടിപെട്ടു. നമുക്കറിയാം അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഹർ പേരൻസ് മൂവ് ടു ഇംഗ്ലണ്ട് ആഫ്റ്റർ ഹർ ബർത്ത് ടു ഗെറ്റ് ബെറ്റർ കെയർ ഫോർ ഹർ. അപ്പോൾ ഇന്ത്യയിൽ കൽക്കട്ടയിലാണ് ജനിച്ചത്. പക്ഷേ അവളുടെ അസുഖം കാരണം പേരൻസ് എന്താ വിചാരിച്ചത്, ഇംഗ്ലണ്ടിലേക്ക് പോകാം, ഒരു ബെറ്റർ കെയർ, അവൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊൽക്കത്തയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം അവൾക്ക് സെറിബ്രൽ പാൾസി എന്നുള്ള അസുഖം പിടിപെട്ടു. കാരണം ജനനസമയത്ത് ഓക്സിജൻ്റെ കുറവ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ അവളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചത്. ആഫ്റ്റർ ഹർ ബ്രദർ നിഖിൽ വാസ് ബോൺ, ദ ഫാമിലി മൂവ്ഡ് ബാക്ക് ടു ഇന്ത്യ. അവൾക്കൊരു സഹോദരൻ ജനിച്ചു. അപ്പോഴവർ ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നു. സിൻസ് നോ സ്കൂൾ വുഡ് ടേക്ക് ഹർ ആസ് എ സ്റ്റുഡൻറ്റ്, ഹർ മദർ മിതു അലൂർ സ്റ്റാർട്ടഡ് എ സ്കൂൾ കോൾഡ് ദ സെൻറ്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഈ സുഖമില്ലാത്ത കുട്ടിയെ ആരും സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല, ആരും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ അമ്മ തന്നെ എന്താ വിചാരിച്ചു, ഞാൻ തന്നെ ഒരു സ്കൂൾ തുടങ്ങാം. ആ സ്കൂളാണ് ദ സെൻറ്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. മാലിനി ലേറ്റർ വെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു അറ്റൻഡ് തോമസ് ഡിലോറെ സ്കൂൾ, എ ബോർഡിംഗ് സ്കൂൾ ഫോർ പീപ്പിൾസ് വിത്ത് സെറിബ്രൽ പാൾസി. അപ്പോൾ ചെറിയ പ്രായത്തിൽ അവൾ അമ്മയുടെ സ്കൂളിൽ, അമ്മ ഉണ്ടാക്കിയ സ്കൂളിൽ, അല്ലെ അമ്മ ഇനിഷ്യേറ്റ് ചെയ്ത ആ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായപ്പോൾ അവൾ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് തിരിച്ചു പോയി. അവിടെ ഈ സെറിബ്രൽ പാൾസി അസുഖമുള്ള കുട്ടികളെ പ്രത്യേകം പരിഗണന കൊടുക്കുന്ന സ്കൂളാണ്. ഷീ അറ്റൻഡഡ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് അഫിലിയേറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആൻഡ് ഏൺഡ് എ BA ഡിഗ്രി. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവൾ ബോംബെയിൽ വന്നിട്ട് BA ഡിഗ്രി എടുത്തു. ലേറ്റർ ഷി വെൻറ്റ് ബാക്ക് ടു ഇംഗ്ലണ്ട്. അപ്പം ആദ്യം ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് സഹോദരൻ ഉണ്ടായപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ അമ്മ തുടങ്ങിയൊരു സ്കൂളിൽ ബേസിക് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോയി. പിന്നെ തിരിച്ച് പോയിട്ട് ഇന്ത്യയിൽ വന്ന് BA എടുത്തു. വീണ്ടും അവൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. മാലിനി ചിബ് ഹോൾഡ്സ് 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഫ്രം ലണ്ടൻ. എന്നിട്ട് ലണ്ടനിൽ നിന്ന് 2 PG ഡിഗ്രി എടുത്തു.
one in gender studies and the other in library science and information management. അപ്പോൾ അസുഖം ഉണ്ടായിരുന്നു, ഫിസിക്കലി ഫിറ്റ് അല്ല അവൾ, എന്നാലും 2 PG എടുത്തു. ഷീ ഈസ് ദ CEO ആൻഡ് ട്രസ്റ്റി ഓഫ് അഡാപ്റ്റ്. അഡാപ്റ്റിൻ്റെ ഫുൾ ഫോം ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗദർ ആൻഡ് ഫൗണ്ടർ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ അഡാപ്റ്റ്സ് റൈറ്റ്സ് ഗ്രൂപ്പ്, ദ ആക്ടിവിസ്റ്റ് വിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പം ആ ഒരു ഓർഗനൈസേഷൻ്റെ CEO ആയിട്ടും അവൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഷീ ഈസ് ആൻ അക്കാഡമിക് lecturer, writer and researcher conducting empowerment and sensitization courses on disability for individuals, corporates, parents, professionals and disabled activists. അപ്പം സാധാരണ മനുഷ്യരുടെ എല്ലാം മനസ്സിൽ ഒരു വിഷമം തോന്നുന്ന കാര്യമാണ് അംഗവൈകല്യം എന്നുള്ളത്. അവരുടെ കഴിവുകൾ എങ്ങനെ പുറത്ത് കൊണ്ടുവരിക, അല്ലെ അവർ കൈപിടിച്ച് അവരെ ഉയർത്തുക, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കും. പക്ഷേ ഇവിടെ മാലിനി ചിബ് അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രേരണയായിട്ട്, അവരെല്ലാം എംപവർ ചെയ്യാൻ വേണ്ടി, അവരെല്ലാം ശക്തരാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഷീ ട്രാവൽസ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആൻഡ് ഹാസ് പബ്ലിഷ്ഡ് സെവറൽ ആർട്ടിക്കിൾസ്. അവയർനെസ്സിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും വിദേശത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഷി ഹാസ് പ്രസൻറ്റഡ് പേപ്പേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ conferences. Malini Chib has never let something like cerebral palsy stand in her way of reaching for what others would consider the impossible. സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല, അല്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കിതൊരു ശരീരത്തിൻ്റെ ഒരു കുറവാണെന്നോ ഒന്നും ചിന്തിക്കാതെ അവൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. One Little Finger is the story of a woman who defied all odds to emerge victorious in spite of crippling physical disability and an insensitive society, a woman who dragged herself out of the limitations that her condition had imposed on her. അപ്പം നമ്മുടെ ഈ വൺ ലിറ്റിൽ ഫിംഗർ എന്നുള്ളൊരു സ്റ്റോറിയെ പറ്റി പറഞ്ഞത്, അത് ഒരു സ്ത്രീ അവരുടെ കഴിവ്, അവർക്കുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ സമൂഹം എങ്ങനെയാണ് അവരെ കാണുന്നത്, വൈകല്യമുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ സമൂഹത്തോട് പൊരുതി വിജയിച്ച ഒരു സ്ത്രീയുടെ കഥയാണിത്. അപ്പോൾ വൺ ലിറ്റിൽ ഫിംഗർ എല്ലാത്തര ശാരീരിക വൈകല്യങ്ങളെയും അതിജീവിച്ച് അല്പം പോലും ദയയില്ലാത്ത സമൂഹത്തോട് പൊരുതി വിജയിച്ച ഒരു സ്ത്രീയുടെ കഥയാണ്. സമൂഹം എങ്ങനെയാണെങ്കിലും അംഗവൈകല്യമുള്ളവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണമെന്നില്ല. അവരെ ചില സ്ഥലത്തൊക്കെ അവരെ മാറ്റി നിർത്താറുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ആ സ്ത്രീ പ്രവർത്തിച്ചു. ആ കഥയാണ് വൺ ലിറ്റിൽ ഫിംഗർ. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മാലിനി ചിബ്സ് സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ഹെർ സീൽ ടു ലീവ് എ ഫുൾ മീനിങ് ഫുൾ ലൈഫ് ഡിസ്പൈറ്റ് ലൈഫ് ലോങ് ഡിസബിലിറ്റി. ഈ അംഗവൈകല്യം ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ച് ജീവിതം മുഴുവൻ ഇങ്ങനെ നരകിച്ച് കഴിയുക, അത് വേണ്ട. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതൊരു പ്ലസ് പോയിൻ്റ് പോലെ എടുത്തിട്ട്, അല്ലെ അതുകൊണ്ടൊന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ആളാണ് മാലിനി ചിബ്. മാലിനി സഫേഴ്സ് ഫ്രം സെറിബ്രൽ പാൾസി ആൻഡ് impairment of the brain that makes body movements extremely difficult. സെറിബ്രൽ പാൾസിയിൽ എന്താ സാധാരണ സംഭവിക്കുകയെന്ന് വെച്ചാൽ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. ശരീരം നമ്മൾ സാധാരണ നടക്കുന്ന പോലെ ഇരിക്കുന്ന പോലെയൊന്നും ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ജനിച്ചപ്പോഴേ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറവായിരുന്നുകൊണ്ട് പറ്റിയതാണ്. ബ്രെയിനിൽ ഓക്സിജൻ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ശരീരം തളർന്നു പോയൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ മാലിനി റീകോൺസ് ഹെർ എക്സ്പീരിയൻസ് ഫ്രോം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, ഹെർ സ്ട്രഗിൾസ് ആസ് എ ചൈൽഡ്, ഹെർ ചലഞ്ചസ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ് ആസ് എ യൂത്ത് ആൻഡ് ഹെർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ജോയ്സ് ആസ് ആൻ അഡൾട്ട്. അപ്പോൾ ഇവളിതെല്ലാം ഒന്നുകൂടെ ഓർക്കുകയാണ്. ചെറുപ്പം മുതൽ എന്തൊക്കെയാണ് അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, വലുതാകും തോറും ഓരോ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്, അതിനെപ്പറ്റിയൊക്കെ എല്ലാം ഒരു വിവരണമാണിത്. Enter Woes to Adulthood, a chapter from her autobiography,
The One Little Finger discusses the narrator's visit to the university town of Berkeley and how much Berkeley inspired her. ഈ എൻട്രി വോസ് ടു അഡൽട്ട്ഹുഡ് എന്നുള്ള ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത് വൺ ലിറ്റിൽ ഫിംഗർ എന്നുള്ള ഓട്ടോബയോഗ്രഫിയിൽ നിന്നാണ്. ഓട്ടോബയോഗ്രഫി മാലിനി ചിബിൻ്റെ തന്നെ കഥയാണ്. അപ്പം അവളുടെ അനുഭവങ്ങൾ, ജനിച്ചപ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചെറുപ്പകാലത്ത് സ്കൂളിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, എല്ലാവരും മാറ്റി നിർത്തി. അതുകൊണ്ട് സ്വന്തം അമ്മ ഒരു സ്കൂൾ തുടങ്ങി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നീട് അവൾ ഇംഗ്ലണ്ടിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നെ ഡിഗ്രി എടുത്തു, പിന്നെ PG എടുത്തു, പിന്നെ ഒരു ആക്ടിവിസ്റ്റായിട്ട് ഡിസബിലിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു സംരംഭം കൂടെ അവൾ ഏറ്റെടുത്തു. ഇനി നമ്മൾക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം.